examples alla, sorry, concept clear aanennu viyarikkunnu. The concept of path of contact, arc of contact and contact ratio. I hope the topics are clear for everyone, correct? Yes, sir. Okay, fine. Yes, sir. Now, ഞാൻ ഈ സെയിം ഫിഗറിൽ ഞാൻ ഈ GH ആർക്ക് ഓഫ് കോണ്ടാക്റ്റിൽ വരച്ച ഈ പോയിന്റ്സ് ഒക്കെ ഒന്ന് മായ്ക്കുന്നതാണ്. So you are familiar with this figure. നമ്മൾ രാവിലെ എക്സ്പ്ലെയിൻ ചെയ്താണ് എന്തൊക്കെയാണ് ഇതിലെ ഡാറ്റാസ് കണ്ടന്റ് എന്നുള്ളത്. We have explained. Now see ഈ ഫിഗറിൽ we know, see both these circles, this blue circle as well as this circle, these circles represent what? The addendum circles of what? Pinion as well as gear ആണ് അല്ലേ? So അതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ RA സ്മോൾ RA ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. Suppose imagine I am increasing the radius of the addendum circle. ഈ addendum സർക്കിളിന്റെ റേഡിയസിനെ ഞാൻ കുറച്ച് ഇൻക്രീസ് ചെയ്യുന്നതായിരിക്കാം. അതായത് O1 to L എന്നത് മാറ്റിയിട്ട് imagine I am increasing the radius of this addendum circle to the point N. Let O1N be the new radius of addendum circle. So O1N ആണ് പുതിയ radius of addendum circle എങ്കിൽ എൻ്റെ addendum circle എങ്ങനെയാണ് ആക്ച്വലി ഉണ്ടാവുക? Starting from the center O1, it should be a circle passing through the point N. അല്ലേ? N-ലൂടെ പാസ് ചെയ്യുന്ന ഒരു സർക്കിൾ ആയിരിക്കണ്ടേ? വേണ്ടേ? Sir. Now this should be my new addendum circle അല്ലേ? ഈ ഗ്രീൻ ലൈൻ ആയിരിക്കണം എൻ്റെ പുതിയ addendum circle. Yes, sir. This should be my new addendum circle for pinion. How did I arrive at the new addendum circle? I simply increase the radius of the original addendum circle from O1L up to O1N. ഇനി ഈ O1N-ലേക്ക് when I have increased the radius, പുതിയ addendum circle കിട്ടി. അതിൻ്റെ കൂടെ ഇതിൻ്റെ മീനിങ് എന്താണ് ആക്ച്വലി? വാട്ട് ഡസ് ദിസ് മീൻ? നമ്മൾ ഇതുവരെ പഠിച്ച കൺസെപ്റ്റ് ചെറിയ എന്തെങ്കിലും വ്യത്യാസം സംഭവിച്ചിട്ടുണ്ടോ? വാട്ട് ഡസ് ദിസ് മീൻ? എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടോ? കൺസെപ്റ്റിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഈ addendum സർക്കിളിന്റെ സിഗ്നിഫിക്കൻസ് എന്തായിരുന്നു? വാട്ട് വാസ് ദ സിഗ്നിഫിക്കൻസ് ദാറ്റ് വി ഹാവ് സ്റ്റഡീഡ് വൈൽ ഡിസ്കസിംഗ് ദി ഏർലിയർ ടോപ്പിക്സ് ഓഫ് addendum സർക്കിൾ? addendum സർക്കിളിന്റെ സിഗ്നിഫിക്കൻസ് എന്തായിരുന്നു? addendum സർക്കിൾ വരക്കുന്നതുകൊണ്ട് നമ്മൾ എന്താണ് അച്ചീവ് ചെയ്യുന്നത്? ഈ ഫിഗറിൽ നമുക്ക് എന്താ കിട്ടുന്നത് when we draw the addendum circle? Radial height of the tooth above the pitch circle. കേൾക്കുന്നില്ല. Radial height of the tooth above the pitch circle. See, addendum is basically okay. When you say it with respect to tooth, it gives you the radial height of the tooth. That's okay. But അതല്ലാതെ with respect to this figure, ഈ ഒരു ഫിഗറിനെ ബേസ് ചെയ്തിട്ട്
what do we obtain when we draw the addendum circle? See, initially when we had studied involumetry എന്നുള്ള concept, we have used the same figure, but adile we haven't drawn the addendum circle. We had our pitch circle and the base circle only, അല്ലെ? രണ്ടിന്റെയും pitch circle ഉം base circle ഉം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് ഈ ടോപ്പിക്കിലേക്ക് പാത്ത് ഓഫ് കോണ്ടാക്ട് എന്നുള്ള ടോപ്പിക് തുടങ്ങുമ്പോഴാണ് നമ്മൾ അഡെൻഡം സർക്കിളിലേക്ക് വന്നത്. സോ സിൻസ് വി ഹാഡ് ഡ്രോൺ ദി അഡെൻഡം സർക്കിൾ, നമുക്ക് എന്തായിരുന്നു അഡീഷണൽ ആയിട്ട് കിട്ടിയത്? വാട്ട് ഡിഡ് വി ഒബ്റ്റെയിൻ ആഫ്റ്റർ ജനറേറ്റിംഗ് ആൻ അഡെൻഡം സർക്കിൾ? തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാ. എക്സാക്ട്ലി, പറ, ഒന്നുകൂടി പറ. പാത്ത് ഓഫ് കോണ്ടാക്ട്. പാത്ത് ഓഫ് കോണ്ടാക്ട് ആണ് കിട്ടിയത് അല്ലെ? ആ പാത്ത് ഓഫ് കോണ്ടാക്ട് ഒരു ലൈൻ സെഗ്മെന്റ് ആയിരുന്നു. ആ ലൈൻ സെഗ്മെന്റിൽ പാത്ത് എന്ന് പറയാൻ രണ്ട് എൻഡ് പോയിന്റ്സ് ഉണ്ടായിരുന്നു അല്ലെ? ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഒരു എൻഡ് പോയിന്റ് ഉണ്ടായിരുന്നു അല്ലെ? ആ സ്റ്റാർട്ടിംഗ് ആൻഡ് എൻഡ് പോയിന്റ് ആയിരുന്നു KNL. സിൻസ് ഒറിജിനലി വി ഹാഡ് ദി അഡെൻഡം സർക്കിൾ ഹിയർ, വി ഒബ്റ്റെയിൻഡ് ദ എൻഡ് പോയിന്റ് ഓഫ് ദ കോണ്ടാക്ട്, അല്ലെങ്കിൽ പാത്ത് ഓഫ് കോണ്ടാക്ടിന്റെ എൻഡ് പോയിന്റ് വി ഹാഡ് ഒബ്റ്റെയിൻഡ് അറ്റ് L. Now in the new scenario, my ന്യൂ അഡെൻഡം സർക്കിൾ ആണ് ഇപ്പോൾ ഉള്ളത് അല്ലെ? സോ ന്യൂ അഡെൻഡം സർക്കിൾ എല്ലിലാണോ ഇന്റർസെക്ട് ചെയ്യുന്നത്? ആണോ? അല്ല. അല്ല. സോ വാട്ട് ഈസ് ദ ചേഞ്ച് വി ഹാഡ് ഇൻകേർഡ് ഹിയർ? ദി ഷിഫ്റ്റഡ് ഫ്രം ഇറ്റ്സ് ഒറിജിനൽ പൊസിഷൻ L അപ് ടു വാട്ട് N. എന്നിലേക്ക് ഷിഫ്റ്റ് ആയി അല്ലേ? അതല്ലേ ഇവിടെ ചേഞ്ച് ആയത്? പാത്ത് ഓഫ് കോണ്ടാക്ട് കിട്ടിയത് എങ്ങനെയാ? ദ ഇന്റർസെക്ഷൻ പോയിന്റ്സ് ഓഫ് അഡെൻഡം സർക്കിൾ ഓൺ ദ കോമൺ ടാൻജന്റ്. ബേസ് സർക്കിളിലെ കോമൺ ടാൻജന്റ് മേലെ എവിടെയാണോ അഡെൻഡം സർക്കിൾ ഇന്റർസെക്ട് ചെയ്യുന്നത്, ആ പോയിന്റ് ആണ് നമുക്ക് എന്തായിട്ട് കിട്ടിയത്? പാത്ത് ഓഫ് കോണ്ടാക്ടിന്റെ പോയിന്റ്സ് ആയിട്ട് കിട്ടിയത് അല്ലേ? സോ സിൻസ് ഐ ഹാവ് ചേഞ്ച്ഡ് മൈ അഡെൻഡം സർക്കിൾ, ഇപ്പൊ ഈ അഡെൻഡം സർക്കിൾ ഇല്ല, എനിക്ക് ഈ പുതിയ വരച്ച അഡെൻഡം സർക്കിളേ ഉള്ളൂ. So any new addendum, where is it intersecting the common tangent line? At the point N. എന്തുകൊണ്ടാണ് എന്നിലേക്ക് ഇന്റർസെക്ട് ചെയ്യാൻ കാരണം? Because I have chosen O1N as the new radius for the new addendum circle. മനസ്സിലാവുന്നുണ്ടോ? Yes, sir. Okay. Similarly, this was with respect to pinion. Now consider I am changing the addendum radius for the bigger wheel അല്ലെങ്കിൽ ഗിയർ ഓൾസോ. ഗിയറിന് ഞാൻ ചേഞ്ച് ചെയ്യാൻ പോകുന്നതെന്ന് വിചാരിക്കുക. K ആയിരുന്നു അല്ലെങ്കിൽ OK ആയിരുന്നു റേഡിയസ് ഓഫ് അഡെൻഡം സർക്കിൾ അല്ലേ? RA O2K. ഞാൻ അത് ചേഞ്ച് ചെയ്തിട്ട് M-ലേക്കാണ് കൊണ്ടുവരുന്നത്. ഈ L ചേഞ്ച് ചെയ്ത് N-ലേക്ക് പോയതുപോലെ K ചേഞ്ച് ചെയ്ത് ഞാൻ M-ലേക്ക് കൊണ്ടുവരുന്നു. സോ മൈ ന്യൂ റേഡിയസ് ഓഫ് അഡെൻഡം സർക്കിൾ എന്തായിരിക്കും? ഇതായിരിക്കും. ഇതാണ് എന്റെ പുതിയ റേഡിയസ് ഓഫ് അഡെൻഡം സർക്കിൾ. മനസ്സിലാവുന്നില്ലേ? O2MI. സോ O2M ആണ് എന്റെ പുതിയ അഡെൻഡം സർക്കിൾ എങ്കിൽ, സർക്കിളിന്റെ റേഡിയസ് എങ്കിൽ, എന്റെ പുതിയ അഡെൻഡം സർക്കിൾ ഷുഡ് ഹാവ് ദിസ് റേഡിയസ് അല്ലെ? സോ O2 സെന്റർ ആക്കി വെച്ച് ഇതിലൂടെ ആയിരിക്കണം ഇനി എന്റെ പുതിയ അഡെൻഡം സർക്കിൾ മൂവ് ചെയ്യേണ്ടത്. സോ ഇതല്ല എന്റെ പുതിയ അഡെൻഡം സർക്കിൾ അല്ലേ? സോ ഇഫ് this was the new addendum circle for pinion, what is this one? This is the new addendum circle for gear. സോ ഇപ്പോഴും എന്താണ് ചേഞ്ച് സംഭവിച്ചത്? ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട്, പാത്ത് ഓഫ് കോണ്ടാക്ടിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് K ഷിഫ്റ്റഡ് ഇറ്റ്സ് പൊസിഷൻ ഫ്രം K to M അല്ലെ? പാത്ത് ഓഫ് കോണ്ടാക്ട് എവിടെയായിരുന്നു? ദ ഇന്റർസെക്ഷൻ പോയിന്റ് വേർ ദി അഡെൻഡം സർക്കിൾ കട്ട്സ് ദ കോമൺ ടാൻജന്റ് ആണ് അല്ലെ? സോ നൗ ദ ന്യൂ പാത്ത് ഓഫ് കോണ്ടാക്ട് ഏതാണ്? ഇൻസ്റ്റെഡ് ഓഫ് KL
my new path of contact is MN. Clear ആണോ? Yes, sir. അല്ലെ? MN രണ്ട് പോയിന്റുകൾ തമ്മിൽ മാറി. Now what is the significance of these points M and N? M N എന്താണ്? The point of tangency ആണ് അല്ലെ? കോമൺ ടാൻജന്റ് എന്ന് പറഞ്ഞ MN എന്ന ലൈൻ സെഗ്മെന്റിന്റെ ബേസ് സർക്കിൾസോ ആയിട്ടുള്ള പോയിന്റ് ഓഫ് ടാൻജൻസി ആയിരുന്നു എന്തെന്ന് M and N അല്ലേ? അല്ലേ? Now see what happens when the point of contact or path of contact is shifted from KL to MN. എന്താണ് സംഭവിക്കുന്നത് ആലോചിച്ചോക്കെ. ഇപ്പൊ എമ്മിലാണ് കോണ്ടാക്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്, എന്നിട്ട് പീരീഡ് ഓഫ് എൻഗേജ്മെന്റ് ഇങ്ങനെ പോയി the engagement is lost at what? The point N. Engagement is lost at the point N. Now what does this point signify? ഇപ്പൊ എമ്മിലാണ് എൻഗേജ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇതിന്റെ അർത്ഥം എന്താ? എം എന്താണ്? എം ബേസ് സർക്കിളിന്റെ മുകളിലുള്ള ഒരു പോയിന്റ് ആണ് എം അല്ലെ? The point of tangency where this common tangent has its tangency, shows its tangency to the base circle. That means M is a point which is coming on the base circle ആണ്. നേരത്തെ K എന്തായിരുന്നു? K was a point on the common tangent അല്ലെങ്കിൽ common normal. L was a point on the common tangent അല്ലെങ്കിൽ common normal. K and L were not the points on the base circle. But when these places have shifted up to new places M and N, what happens? The point of contact becomes a point on the base circle. M base circle മുകളിലാണ്, N base circle മുകളിലാണ്. So what does this indicate? This indicates that when the point of contact starts, എന്താണ് സംഭവിക്കുന്നത്? The M being a point on the base circle, ഇവിടെ ടൂത്തിന്റെ പ്രൊഫൈൽ ഉണ്ടാവും അല്ലെ? ആ ടൂത്തിന്റെ പ്രൊഫൈലിലെ എന്താണ്? റൂട്ട് പോയിന്റ് ആണ് M അല്ലെ? ഏറ്റവും അടിയിലത്തെ പോയിന്റ് ആണ് M. സോ ഈ ഗിയറിലുള്ള ഒരു ടൂത്തിന്റെ ടോപ്പ് അല്ലെങ്കിൽ ടിപ്പ് റീജിയൻ വന്നിട്ട് എവിടെയാണ് ഇന്റർസെക്ട് ചെയ്യുന്നത്? ദ റൂട്ട് റീജിയൻ ഓഫ് എ സബ്സിക്വന്റ് ടൂത്ത് ഓൺ ദ പിനിയൻ അല്ലേ? അത് ഇവിടെ എത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇവിടെ എത്തുമ്പോൾ സംഭവിക്കുന്നത് പോയിന്റ് ഓഫ് കോണ്ടാക്ട് എവിടെയാ എൻഡ് ചെയ്യുന്നത്? ടിപ്പ് ഓഫ് ദ ടൂത്ത് ഓഫ് ദ പിനിയൻ കോണ്ടാക്ടിങ് ദ റൂട്ട് പോർഷൻ ഓഫ് ദ ടൂത്ത് ഓൺ ദ ഗിയർ ആണ്. Are you able to understand? മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? Yes, sir. അതായത് ഈ കോണ്ടാക്ട് റീജിയനിൽ ഏറ്റവും അടിവരെ കോണ്ടാക്ട് നടന്നുകൊണ്ടാണ് ഇപ്പം റൊട്ടേഷൻ ഗിയറിന്റെ ഫംഗ്ഷനാലിറ്റി നടക്കുന്നത്. സി ഫോർ എക്സാമ്പിൾ, ഇഫ് ദിസ് ഈസ് എ ബേസ് സർക്കിൾ, ഇവിടെ ഇങ്ങനെ ഒരു ടൂത്ത് ഉണ്ടെങ്കിൽ ബേസിക്കലി ഇപ്പൊ കോണ്ടാക്ട് നടക്കുന്നെങ്കിൽ ഇപ്പുറത്തെ ടൂത്ത് കോണ്ടാക്ട് ചെയ്യുന്നത് എവിടെയാണ്? ഇങ്ങനെയാണ് കോണ്ടാക്ട് സംഭവിക്കുന്നത് അല്ലെ? ഇതിന്റെ ടിപ്പ് വന്നിട്ട് ഇതിന്റെ റൂട്ടിലാണ് ടച്ച് ചെയ്യുന്നത്. ഇത് ഇങ്ങോട്ടേക്ക് മാറുമ്പോൾ ഈ ടിപ്പ് പോയിട്ട് ഇതിന്റെ റൂട്ടിലാണ് ടച്ച് ചെയ്യുന്നത്. ആണോ അല്ലയോ? അല്ലെ? തൊട്ട് മുന്നേ വരെ നമ്മൾ പഠിച്ചതിൽ ഒരിക്കലും ടിപ്പ് ഈ റൂട്ടിൽ ടച്ച് ചെയ്യുന്നില്ല, കുറച്ച് മുകൾ ഭാഗത്ത് എവിടെയെങ്കിലും, അതായത് ഈ ടൂത്ത് പ്രൊഫൈലിന്റെ ഇൻവല്യൂട്ട് പ്രൊഫൈലിൽ ഏതെങ്കിലും ഒരു പോയിന്റിലാണ് ആക്ച്വലി ബേസിക്കലി ഈ കോണ്ടാക്ട് സംഭവിക്കുന്നത്. ഇങ്ങനെയായിരുന്നു കുറച്ച് മുന്നേ പഠിച്ചത്. ഒരിക്കലും ഇതിന്റെ റൂട്ട് പോർഷനിലേക്ക് വരുന്നുണ്ടായിരുന്നോ? ഇതായിരുന്നു നേരത്തെ കണ്ടീഷൻ. മനസ്സിലാവുന്നില്ല പറയുന്നേ? Now imagine furthermore, suppose I am going to increase the radius of the addendum further above N. N-നെ കാട്ടിയും കുറച്ചും കൂടി കൂടുതൽ റേഡിയസ് വെച്ച് വിചാരിക്കുക. അപ്പോഴെന്താ സംഭവിക്കുക? ഈ എഡൻഡം സർക്കിൾ മാറിയിട്ട് എനിക്ക് പുതിയൊരു എഡൻഡം സർക്കിൾ കിട്ടും അല്ലെ? പക്ഷെ ആ എഡൻഡം സർക്കിൾ ഈ കോമൺ ടാൻജന്റ് ലൈനിനെ എവിടെയായിരിക്കും ഇന്റർസെക്ട് ചെയ്യുക? ഈ ബേസ് സർക്കിളിന്റെ ഉള്ളിലായിരിക്കും ഇന്റർസെക്ട് ചെയ്യുക അല്ലേ? അല്ലെ? അതായത് ഫർദർ N എന്ന ടാൻജൻസി പോയിന്റ് കഴിഞ്ഞ് കുറച്ചും കൂടി അപ്പുറത്തേക്കല്ലേ ഈ എഡൻഡം സർക്കിൾ പോയിട്ട് ഇന്റർസെക്ട് ചെയ്യുക? അതായത് എന്താണ്? ഫർദർ ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട്, പാത്ത് ഓഫ് കോണ്ടാക്ട് N നിന്ന് വീണ്ടും എക്സ്റ്റെൻഡ് ആയി അപ്പുറത്തേക്ക് എത്തും. അതിന്റെ അർത്ഥം എന്താണ്? പിനിയന്റെ മേലുള്ള ഒരു ടൂത്തിന്റെ ടിപ്പ് പോയിട്ട് വീലിന്റെ അല്ലെ ഗിയറിന്റെ ബേസ് സർക്കിളിന്റെ ഉള്ളിലേക്ക് കട്ട് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അതായത് ഇതിന് വീണ്ടും ഈ പോയിന്റ് ഓഫ് കോണ്ടാക്ടിന് എക്സ്റ്റൻഷൻ സംഭവിക്കുന്നതാണ് പറയുന്നത്. വീണ്ടും ഇതിങ്ങനെ വന്നിട്ട് ഈ ടീത്ത് എന്താ ചെയ്യാ? ഈ ടീത്ത് ഇവിടുന്ന്
ഈ ബേസ് സർക്കിളിന്റെ ഉള്ളിലേക്ക് കട്ട് ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെയും മാറും. കാണുന്നില്ലേ? ഇത് എന്താണ്? ഇത് പോസിറ്റീവ് ആയിട്ടുള്ള എഫക്റ്റ് ആണോ നെഗറ്റീവ് ആയിട്ടുള്ള എഫക്റ്റ് ആണോ? നെഗറ്റീവ് ആയിട്ടുള്ള എഫക്റ്റ് അല്ലേ. കാരണം എന്താ? സ്മൂത്ത് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഗിയറിന്റെ ഉള്ളിലേക്ക് പോയിട്ടാണ് ഇപ്പൊ കട്ടിങ് നടക്കുന്നത് അല്ലെങ്കിൽ മെഷിങ് നടക്കുന്നത്. സോ ഇങ്ങനെ മെഷ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഈ ഗിയർ ടൂത്തിന്റെ മെറ്റീരിയൽ റിമൂവ് ചെയ്തുകൊണ്ട്, അതായത് ഇങ്ങനെ ഒരു ബേസിക്കലി ഇറ്റ് ഈസ് ബീങ് അണ്ടർ കട്ട് അല്ലെ, ഉള്ളിലൂടെ കട്ട് ചെയ്ത് മെറ്റീരിയൽ റിമൂവ് ചെയ്തിട്ടാണ് ഇതിപ്പോ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ എന്താണ് ഇവിടെ? ദിസ് ഈസ് ഓൾട്ടറിംഗ് ദ വെലോസിറ്റി റേഷ്യോ, ദിസ് ഈസ് ഓൾട്ടറിംഗ് ദ ജനറേഷൻ ഓഫ് ടോർക്ക് ആൻഡ് പവർ അല്ലേ? സ്മൂത്ത് ഓപ്പറേഷൻ അല്ല നടക്കുന്നേ. മനസ്സിലാവുന്നുണ്ടോ? ദിസ് ഫിനോമിനൻ ഈസ് നോൺ ആസ് ഇന്റർഫെറൻസ്. ഇതിനെയാണ് നമ്മൾ ഇന്റർഫെറൻസ് എന്ന് വിളിക്കുക. This phenomenon is known as interference. Interference in involute gears. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? Is it clear? Okay. So what is basically interference or എന്താണ്? What is interference? It's a phenomenon when the tip of the tooth undercuts the root on its mating gear. അല്ലേ? ഒരു ഭാഗത്തെ ടൂത്തിന്റെ ടിപ്പ് പോയിട്ട് മറുഭാഗത്തെ ടൂത്തിന്റെ റൂട്ട് പോർഷനിലൂടെ അണ്ടർ കട്ട് ചെയ്ത് പോവുക. That particular phenomenon is known as interference. Interference is always a negative phenomenon. ഗിയറിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയ കീപ്പിംഗ് എ കോൺസ്റ്റന്റ് വെലോസിറ്റി റേഷ്യോ ആസ് വെൽ ആസ് ഒബ്റ്റെയിനിങ് എ ഹൈ പവർ ആൻഡ് ടോർക്ക് ട്രാൻസ്മിഷൻ. ഈ മൂന്ന് കാര്യത്തിന് ഇന്റർഫറൻസ് നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യും. അത് നമുക്ക് ഒബ്വിയസ് ആയിട്ട് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലേ? യെസ്. സോ ഇത് ഇന്റർഫറൻസ് ആണെന്ന് മനസ്സിലായി. സോ ഈ ഇന്റർഫറൻസിന് ഒന്നിക്കൽ നമുക്ക് എഡൻഡം സർക്കിൾ വിത്ത് ന്യൂ എഡൻഡം സർക്കിൾ വിത്ത് റെസ്പെക്ട് ടു പിനിയനും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം, ഓർ ദ ന്യൂ എഡൻഡം സർക്കിൾ വിത്ത് റെസ്പെക്ട് ടു വീലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ അഗെയിൻ കമ്മിങ് ബാക്ക് ടു ദ ഫിഗർ, നൗ ദ പോയിന്റ് എം ആൻഡ് എൻ ഹാസ് അനദർ സിഗ്നിഫിക്കൻസ്. ഇതിനെ രണ്ടിനെയും നമ്മൾ എന്താ പറയാ? ഇതിന് രണ്ടിനും എന്ത് പറയുമെന്ന് അറിയാം? മാക്സിമം ലെങ്ത് ഓഫ് ദി റേഡിയസ് ഓഫ് എഡൻഡം സർക്കിൾ ആണ്. അതായത് ഒന്നുകിൽ ഇറ്റ് ഷുഡ് ബി O1 to N or O2 to M. You cannot increase the addendum circle radius further. N-ന്റെ അപ്പുറത്തേക്കോ M-ന്റെ അപ്പുറത്തേക്കോ ഒരിക്കലും എഡൻഡം സർക്കിളിന്റെ റേഡിയസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റില്ല. സോ ദേ ആർ നോൺ ആസ് പോയിന്റ് ഓഫ് ഇന്റർഫറൻസ്. ഇന്റർഫറൻസ് പോയിന്റ്സ് എന്നാ പറയാ അല്ലെ? ഓർ ദ റേഡിയസ് ഓഫ് എഡൻഡം സർക്കിൾ ജസ്റ്റ് ബിഫോർ ഇന്റർഫറൻസ്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? എന്നിൽ നിന്ന് ഒരു മില്ലിമീറ്റർ എങ്കിലും മുന്നോട്ടേക്ക് പോയാൽ, മൈക്രോമീറ്റർ മുന്നോട്ട് പോയാൽ ഇന്റർഫറൻസ് സംഭവിക്കും. ദീസ് ആർ ദ മാക്സിമം പോയിന്റ്സ്, മാക്സിമം പോസിബിൾ പോയിന്റ്സ് അപ് ടു വിച്ച് യു ക്യാൻ അവോയ്ഡ് ഇന്റർഫറൻസ്. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ. സോ point M and N, നമുക്ക് previously what were M and N? They were simply the point of tangency. ബേസ് സർക്കിൾസിന് കോമൺ ടാൻജന്റ് വരുമ്പോൾ ആ രണ്ട് പോയിന്റ് ഓഫ് ടാൻജൻസി മാത്രമായിരുന്നു എമ്മും എന്നും. നൗ സ്റ്റഡിങ് ഓർ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദ കൺസെപ്റ്റ് ഓഫ് ഇന്റർഫറൻസ്, എം ആൻഡ് എൻ ഹാസ് ടു ന്യൂ ഡയമെൻഷൻസ് ഓർ മീനിങ്സ്. ഡയമെൻഷൻസ് ഇൻ ദ സെൻസ് കുറച്ചും കൂടി വലിയ മീനിങ് ഉണ്ട്. ദേ ബിക്കം ദ പോയിന്റ് ഓഫ് ഇന്റർഫറൻസ് അല്ലെ? പോയിന്റ്സ് ഓഫ് ഇന്റർഫറൻസ് ആണ്. That means the point up to which you can avoid interference in involute gears. If you generate an addendum circle having radius beyond the points N or M, definitely the phenomenon of interference will occur. Clear ആണോ? Boys, is it clear?
ഓക്കെ. സോ ഇതുവരെ നമ്മൾ പഠിച്ച ജനറൽ ഇക്വേഷൻ ഫോർ path of contact, length of path of contact were based on KL. But just before interference, if two gears are in combination and they are functional and they are just avoiding interference, see, I am using the phrase or the word just. They are just avoiding interference. രണ്ട് ഗിയേഴ്സ് തമ്മിൽ കമ്പൈൻഡ് ആണ്, അവർ ഫങ്ഷൻ ചെയ്യുന്നത് എങ്ങനെ? ബൈ സിംപ്ലി ഓർ ജസ്റ്റ് അവോയ്ഡിങ് ഇന്റർഫറൻസ്. ജസ്റ്റ് ഇന്റർഫറൻസ് അവോയ്ഡ് ചെയ്തിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്. ഈ കണ്ടീഷനിലാണ് രണ്ട് ഗിയേഴ്സ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ദ പാത്ത് ഓഫ് കോണ്ടാക്ട് ചേഞ്ചസ്. ഈ കണ്ടീഷനിൽ അതായത് ജസ്റ്റ് ഇന്റർഫറൻസ് അവോയ്ഡ് ചെയ്തുകൊണ്ട് ഫങ്ഷൻ ചെയ്യുന്ന കോമ്പിനേഷൻ ഓഫ് ഗിയേഴ്സ് ആണെങ്കിൽ പാത്ത് ഓഫ് കോണ്ടാക്ട് കെ എൽ ആയിരിക്കില്ല, മറിച്ച് പാത്ത് ഓഫ് കോണ്ടാക്ട് എന്തായിരിക്കും? എം എൻ ആയിരിക്കും പാത്ത് ഓഫ് കോണ്ടാക്ട്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ക്യാൻ യു അണ്ടർസ്റ്റാൻഡ്? ക്ലിയർ ആണോ പറയുന്നത്? സോ ജസ്റ്റ് അവോയ്ഡിങ് ഇന്റർഫറൻസ് ആണ്. ദാറ്റ് മീൻസ് എം ആൻഡ് എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മാക്സിമം ലെങ്ത് ഓഫ് പാത്ത് ഓഫ് കോണ്ടാക്ട് ആണ്. മാക്സിമം ലെങ്ത് ഓഫ് പാത്ത് ഓഫ് കോണ്ടാക്ട്, അതാണ് എം എൻ. ക്ലിയർ? എം എന്നിനെക്കാട്ടിയും കൂടാൻ പറ്റൂല. ലെങ്ത് ഓഫ് പാത്ത് ഓഫ് കോണ്ടാക്ട് കൂടാം. എത്ര കൂടിയാലും ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു ഓർ ലെസ് ദാൻ എം എൻ. ഇറ്റ് ഷുഡിൻ ഗോ ബിയോണ്ട്. കാരണം എം എന്നിനെക്കാട്ടിയും കൂടുതൽ പാത്ത് ഓഫ് കോണ്ടാക്ട് ആയ അവിടെ എന്ത് സംഭവിക്കും? ഇന്റർഫറൻസ് സംഭവിക്കും. ക്ലിയർ ആണോ? ഈ പറയുന്നതെല്ലാം കറക്റ്റ് മനസ്സിലാക്കണേ. സോ ഈ എം എന്നിനെ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം? രണ്ടായി ഡിവൈഡ് ചെയ്യാം. എം എൻ ക്യാൻ ബി ഇക്വേറ്റഡ് ആസ് ദ സം ഓഫ് എം പി പ്ലസ് പി എൻ. അല്ലെ? എം പി എന്താണ്? മാക്സിമം ലെങ്ത് ഓഫ് പാത്ത് ഓഫ് അപ്രോച്ച്. Kp was initially length of path of approach. Now when the Kp is extended to Mp, what happens to the term? What changes? It becomes the maximum length of path of approach. And what happens to Pn? PL എന്തായിരുന്നു? Length of path of recess ആയിരുന്നു. So now when it is extended to Pn, what does Pn signify? Maximum length of path of recess ആണ്. മനസ്സിലാവുന്നുണ്ടോ? Yes, sir. Yes, sir. Now, when you consider triangle O1MP, triangle O1MP consider ചെയ്താൽ what can you say about MP? MP നെ പറ്റി എന്ത് പറയാൻ പറ്റും? O1P sin phi അല്ലേ? MP O1P sin phi അല്ലേ? അല്ലേ? Yes, sir. What is O1P? What is O1P എന്ന് പറഞ്ഞാൽ എന്താ? റേഡിയസ് ഓഫ് പിച്ച് സർക്കിൾ അല്ലേ? Yes, sir. So MP is in turn small r sin phi. അല്ലേ? Yes, sir. Yes, sir. Okay. MP is small r sin phi. What can you say about Pn? When you consider triangle O2NP, what can you say about Pn? Pn നെ പറ്റി എന്ത് പറയാൻ പറ്റും? What is Pn? O2P. O2P sin phi ആണ്. What is O2P? O2P എന്ന് പറഞ്ഞാൽ എന്താ? റേഡിയസ് ഓഫ് പിച്ച് സർക്കിൾ ഓഫ് ഗിയർ ആണ് അല്ലെ? ഓർ ക്യാപിറ്റൽ ആർ ആണത്. ആർ സൈൻ ഫൈ. സോ മാക്സിമം ലെങ്ത് ഓഫ് പാത്ത് ഓഫ് കോണ്ടാക്ടിന്റെ ന്യൂ വാല്യൂ എന്തായിരിക്കും? ദാറ്റ് ഈസ് എം എൻ ആണ് അല്ലെ? മാക്സിമം ലെങ്ത് ഓഫ് പാത്ത് ഓഫ് കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ എം എൻ ആണ്. വാട്ട് വിൽ ബി എം എൻ? എം പി പ്ലസ് പി എൻ. അതായത് ആർ സൈൻ ഫൈ പ്ലസ് ക്യാപിറ്റൽ ആർ സൈൻ ഫൈ, ഓർ ആർ പ്ലസ് ആർ സൈൻ ഫൈ. മനസ്സിലാവുന്നുണ്ടോ?
Yes, sir. What is this value? This is nothing but the magnitude value of maximum length of path of contact. Clear? എഴുതിയെടുത്തോ അത്? Yes, sir. കാരണം ഇതൊക്കെ ന്യൂമറിക്കലിൽ വരും. Sir, right side board കുറച്ച് blur ആയിട്ടാണ്. ബ്ലർ ആയിട്ടാണ്. ഈ ഇക്വേഷൻ ഇപ്പുറത്തേക്ക് എഴുതണോ? സർ റൈറ്റ് സൈഡിലത്തെ ഭാഗം ആ സൈനിന്റെ ഭാഗമെല്ലാം ക്ലിയർ ഓക്കെ ഓക്കെ, ഞാൻ ഇപ്പുറത്തേക്ക് എഴുതാം. ഇവിടെ കാണുന്നില്ലേ? ഈ പോർഷൻ കാണുന്നില്ലേ? ആദ്യം ഞാൻ എഴുതിയത് ഉണ്ട് ട്രയാങ്കിൾ O1MP ആണ്. ഈ ട്രയാങ്കിൾ O1MP. ഇതിൽ MP ഈസ് നത്തിങ് ബട്ട് O1P സൈൻ ഫൈ. O1P സൈൻ ഫൈ. O1P എന്ന് പറഞ്ഞാൽ സ്മോൾ ലെറ്റർ R ആണ്, റേഡിയസ് ഓഫ് പിച്ച് സർക്കിൾ ഓഫ് പിനിയൻ. സോ MP or the maximum length of path of approach becomes small r sin phi. പിന്നെ ഞാൻ കൺസിഡർ ചെയ്തത് എന്താ? ട്രയാങ്കിൾ O2NP or PN. Triangle, right triangle O2NP, which comes within the gear side or the bigger wheel. അവിടെ പാത്ത് ഓഫ് റിസസിനെ പറ്റി എഴുതി. പാത്ത് ഓഫ് റിസസ് എന്ന് പറഞ്ഞാൽ എന്താ? PN ആണ്. PN എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. PN ഓപ്പോസിറ്റ് സൈഡ് ആണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു O2P സൈൻ ഫൈ ആണ്. വാട്ട് ഈസ് O2P? റേഡിയസ് ഓഫ് പിച്ച് സർക്കിൾ ഓഫ് ഗിയർ ആണ്. So that was capital R sin phi. O2P sin phi ആണ്. That is nothing but capital R sin phi. Hence we have MP and PN. MP plus PN എന്താണ്? We obtain MN. And what is MN? The maximum length of path of contact. So maximum length of path of contact, MN is nothing but sum of MP plus PN, which is R sin phi plus small r sin phi, or when you take sin phi common, R plus R sin phi. This is the equation for maximum length of path of contact. Important ആണ്, ന്യൂമറിക്കൽ ആവശ്യമുണ്ട്. So definitely see, numerical questions may be altering with respect to the given values in the question. So you would have to know what is the general equation for length of path of contact as well as the maximum length of path of contact equation also. And within that also separately you have to understand, or you have to keep in mind the equations related to what? Path of approach as well as path of recess. ഇവിടെയുള്ള എം പിയും പി എന്നും എന്താണെന്നുള്ള കറക്റ്റ് മനസ്സിലാക്കുക. വാട്ട് ആർ എം പി ആൻഡ് പി എൻ? ദേ ആർ മാക്സിമം ലെങ്ത്സ് ആണ്. ആ മാക്സിമം എന്നുള്ള ടേം മറന്നുപോകല്ല. ഇനീഷ്യലി വി ഹാഡ് KP ആൻഡ് PL. ഇപ്പൊ എന്താണ്? വി ഹാവ് എക്സ്റ്റെൻഡഡ് ദോസ് തിങ്സ് ടു MP ആൻഡ് PN. സോ മാക്സിമം എന്നുള്ള ടേം വരും. യു ഷുഡ് ഓൾവേസ് കീപ് ദാറ്റ് ഇൻ മൈൻഡ്. ഇക്വേഷൻ എഴുതിയെടുക്ക്. ഇതും കൂടി കഴിഞ്ഞാൽ വി ഹാവ് ടു ഗെറ്റ് ഇൻ ടു ന്യൂമറിക്കൽ പാർട്ട്. ബിഫോർ ദാറ്റ് ചെറിയൊരു ഒന്ന് രണ്ട് ടോപ്പിക് കൂടി ഉണ്ട്, നോക്കാം. അത് ഇന്ന് പറ്റുമെങ്കിൽ ഇന്ന് എടുക്കാം, അല്ലെങ്കിൽ വിൽ കണ്ടിന്യൂ ടുമോറോ. You write down these equations and do mention what are MP, PN, etc. Because you have to always show the maximum value. ഈ മാക്സിമം എന്നുള്ള ടേം നിങ്ങൾക്ക് കാണിക്കണം. എന്നാൽ മാത്രമേ ആ ഡിഫറൻസ് മനസ്സിലാവും. The difference of equations from the previous part and the new part. And also everything we have explained have been done using the same figure. So from the start of involumetry topic itself, we have been dealing with the same figure. Always keep in mind what are the additions that we have done to the figure. What all things we have added, and due to the addition of new components, which are the new points that are being originated, and how does it affect the descriptions that we have shown. Initially നമുക്ക് ഉണ്ടായത് ബേസ് സർക്കിൾസ്. ഒരുപാട് തവണ ഞാൻ പറഞ്ഞു, ബട്ട് സ്റ്റിൽ ഐ എം റിപ്പീറ്റിംഗ്. വി ഹാഡ് ഓൺലി ബേസ് സർക്കിൾസ് ആൻഡ് പിച്ച് സർക്കിൾസ്.
ബേസ് സർക്കിൾസും പിച്ച് സർക്കിൾസും മാത്രമുള്ള ഫിഗർ വെച്ചിട്ട് വാട്ട് വി ഹാവ് described involumetry. And what we have understood from involumetry, what is involute profile, what are their properties, and if you have a perpendicular or a normal line segment to an involute profile, what are the properties of that particular line with respect to the base circles. ആ properties ആണ് പഠിച്ചത്. അത് പഠിക്കുമ്പോൾ we had the same figure but in turn the simplest form, because we had only two centers with two base circles and two pitch circles. After studying the properties of involute tooth profile, we entered into the engagement period. When two gears are combined, our tooth തമ്മിലുള്ള engagement എങ്ങനെയായിരിക്കും എന്നുള്ളത്. So while studying that one, we came to know, or we understood about the terms path of contact, arc of contact and all. For describing the path of contact, definitely നമുക്ക് എന്തുണ്ടാവണം, അതിന് മനസ്സിൽ വെക്കുക. Where does path of contact fall? Path of contact always falls on the common tangent. KL ആണ് path of contact. K എന്ന് പറഞ്ഞ പോയിന്റ് എവിടെ, L എന്ന് പറഞ്ഞ പോയിന്റ് എവിടെ. Both points fall on the common tangent. And how does we obtain the points K and L? അത് ചിന്തിക്കണം മനസ്സിലാവുന്നത് നമ്മളെ ഫിഗറിൽ കുറവുണ്ട്. We have to add a few things. So I obtain the path of contact points K and L from where? By adding an addendum circle for both pinion as well as gear. Because how does we obtain the path of contact? Intersection point of addendum circle with the common tangent line. Hence we have two new sets of points K and L. And according to that, we have derived equations related to what? Length of path of contact, arc of contact, and contact ratio. If length of path of contact falls on the common normal or common tangent, arc of contact evideyairikkum? It is always arc. Arc means it should be part of a circle. And what is the circle that we have to consider? They are nothing but the pitch circles. So definitely to show the arc points, what are the intersection components? The pitch circle and the involute profile. See, remember the points G, P, H. The points that we have noted down on the pitch circle of the pinion. Remember the points E, P, F. The points on the pitch circle of the gear. അതെങ്ങനെയാണ് U, F കിട്ടിയത്? The point of intersection of the involute profile on the base circle of what? Gear. അല്ലെ, അതും pitch circle തമ്മിലുള്ള intersection points ആണ്. Hence we derived the equations for length of path of contact, arc of contact, as well as contact ratio. Now, after understanding those concepts, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? We extended our manipulation a bit further. What we have done? We increased the addendum circle radius. നമ്മൾ കുറച്ചും കൂടി കടന്ന് ചിന്തിച്ച്, ഇത് പോരാ, ഇത് എവിടം വരെ പോകും നമുക്ക് നോക്കണമല്ലോ എന്ന് ആലോചിച്ച്. അപ്പൊ എന്താ ചെയ്യുക? ആദ്യം ജനറലൈസ്ഡ് കണ്ടീഷൻ പഠിച്ചു. അപ്പൊ ഒരു ഗിയർ ഡിസൈൻ ചെയ്യുമ്പോൾ ഗിയേഴ്സ് ആർ ഡിസൈൻ for what? Obviously for working in combination. So definitely to be falling in combination, അവിടെ എന്തുണ്ടാവണം? The pair of teeth should be always in touch with each other. അല്ലെ? So ആ കോണ്ടാക്ട് ഏത് റീജിയൻ വരെ പോകുന്നുള്ളത് നമുക്കൊരു ക്യൂരിയോസിറ്റി കൂടിയിട്ട് what we have done? We extended the radius of addendum circle from the point L to a further point. അത് എവിടെ വേണമെങ്കിലും പോവാ. സി, എല്ലിൽ നിന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോവാ. ഞാൻ ഒറ്റയടിക്ക് എന്ത് ചെയ്ത്, ഞാൻ മാക്സിമം എന്നിലേക്കും എമ്മിലേക്കും കൊണ്ടുപോയി. അത് കൊണ്ടുപോകാൻ കാരണം എന്താ? M and N were originally the tangency points. We knew M and N as the tangency points alone. Till now, adu മാത്രമേ അറിയൂ. Now, after considering or increasing the addendum circle radius up to N and M, what have you understood? നമുക്ക് അപ്പം മനസ്സിലായി, the point of contact between a pair of teeth, അതിന്റെ maximum position ആണ് points N and M. If we increase the radius beyond M and N, അവിടെ എന്ത് സംഭവിക്കും? We found out that a new phenomenon occurs, or simply speaking, the pair of teeth starts undercutting, or the contact increases beyond the circumference of base circle to inside region of base circle. Now that leads to what? Always negative effects related to the functionality of gears. And what does it directly affect? It directly affects the most significant advantage
of gear drives that we obtain by installing them. What is that? Keeping a constant velocity ratio. It affects drastically. Now, along with affecting velocity ratio, what does it affect? It definitely affects what? The power generation, and in turn, the transmission of torque. അല്ലേ, പവറിന് എഫക്റ്റ് ആണെങ്കിൽ ടോർക്കിന് എഫക്റ്റ് ആവും, ടോർക്കിന് എഫക്റ്റ് ആണ് പവറിന് എഫക്റ്റ് ആവും. ഇൻ ടേൺ ഇതിന് രണ്ടിനെ എഫക്ട് ചെയ്യുന്ന എങ്ങനെയാ? വെലോസിറ്റി റേഷ്യോനെ ബാധിക്കുന്നുണ്ട്. മനസ്സിലാവുന്നില്ല ഞാൻ പറയുന്നത്? Okay. So after increasing and finding out that beyond the points of n and m, the phenomenon of interference is always occurring, we found out that apart from being the point of tangencies, m and m are also more significant related to interference because they are the points of interference, or the points up to which we can increase the radius of addendum circles. Beyond that, the phenomenon of interference occurs. So they became the points of interference also. And by studying those things, we formulated equations related to maximum length of contacts, maximum path of approach, maximum path of recess. And if you divide this equation using cosine of the pressure angle, you will obtain maximum length of arc of contact. And using that one, if you divide that particular equation using circular pitch, you will obtain what? The maximum contact ratios. Clear ആണോ പറയുന്നത്? Boys. Yes, sir. Okay, fine. We'll do the numericals tomorrow. Okay, we'll stop the class